ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ വലിയ ഒരു ദുരന്ത മുഖത്താണ് നിൽക്കുന്നത്. നമ്മുടെ നാടിനെ ബാധിച്ച ഈ ദുരന്തത്തിന് ഉത്തരവാദികൾ ആരാണ് എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ അധിക മാധ്യമങ്ങളും അത് പറയാൻ ഭയക്കുന്നു. കാരണം ഭരണവർഗത്തിനെതിരെ തിരിഞ്ഞാലുള്ള പ്രയാസവും പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും എന്താണ് എന്ന് അനുഭവിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തുരങ്കം നിർമ്മിച്ചതിന്റെ പേരിലായിരുന്നാലും കൃത്യമായ രൂപത്തിൽ റെഡ് അലേർട്ട് നൽകാത്തതിന്റെ പേരിലാണെങ്കിലും ശരി, അപകട മേഖലയെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ സർക്കാരുകൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. നേരത്തെ തന്നെ 2-3 ദിവസമായി നിരന്തരം മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ നിരീക്ഷകരുടെ നിരീക്ഷണങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുകയും അവരെ ബോധവൽക്കരണം നടത്തുകയും സേഫായ ഒരു ഷെൽട്ടറുകളിലേക്ക് അവരെ മാറ്റുകയും ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം ഭരണകർത്താക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ഇരിക്കുന്ന സ്ഥലം സേഫാണ്. സാധാരണക്കാരന്റെ ജീവനല്ലേ ഇവിടെ കിടന്ന് പെടയുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ പണം ശേഖരിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ഉത്തരവ്. ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി നല്ല രൂപത്തിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് എന്തിന്റെ പേരിലാണെന്ന് അറിയാമോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ചിട്ടാണ്. വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന് മുക്കുന്നതും മൂളുന്നതും ഞരങ്ങുന്നതും ഒക്കെ ആളുകൾ കാണുന്നുണ്ട്. എന്തേ ചടുലമായ ഭാഷയിൽ സംസാരിക്കാനും കേരളത്തിന്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കി പ്രവർത്തിക്കാനും പറ്റുന്ന ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണോ ഇവര് തന്നെ അധികാര കസേരയിൽ അമർന്നിരിക്കുന്നത്? വേറെ ആരും ഇല്ലേ? വിശ്രമ ജീവിതം നയിക്കേണ്ടുന്ന ആളുകൾ ആ സമയമാകുമ്പോൾ വിശ്രമ ജീവിതം നയിക്കണം. ബസ്സിനു വരെ സ്റ്റെപ്പ് വെക്കേണ്ടുന്ന ഗതികേടുള്ളവര് വീട്ടിലിരുന്നാ പോരെ? പറ്റില്ല. അധികാരം ഇവർക്ക് ലഹരിയാണ്. മുക്കുന്നതും മൂളുന്നതും ഒക്കെ വാർത്തയാകുന്നുണ്ടല്ലോ. അധികാരം ലഹരിയാണ്. ഇപ്പോ വയനാട്ടിലെ ചൂരൽമലയിൽ ഉണ്ടായ ഈ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെളിപ്പെടുത്തുന്നത്. 2 തവണയാണ് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയത്. ഈ മാസം 23-ാം തീയതി മുന്നറിയിപ്പ് നൽകി. ജൂലൈ 23-ാം തീയതി 9 NDRF സംഘത്തെ മേഖലയിലേക്ക് അയച്ചു. സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിലുണ്ടായ കാലതാമസമാണ് ഈ ദുരന്ത വ്യാപ്തിക്ക് കാരണം എന്നാണ് അമിത്ഷാ പറഞ്ഞത്. ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല എന്നതൊരു ചോദ്യമാണ്. സാധാരണക്കാരെ വെച്ചിട്ടായിരുന്നോ ഇവർ ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തേണ്ടിയിരുന്നത്? കേരള സർക്കാർ എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താത്തത് എന്നാണ് രാജ്യസഭയിൽ ആവർത്തിച്ച് അമിത്ഷാ ചോദിച്ചത്. മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി എടുത്തിരുന്നെങ്കിൽ ഇത്ര വലിയ ഒരു ദുരന്തം ഒഴിവാക്കാമായിരുന്നില്ലേ? ഇതാണ് അമിത്ഷായുടെ ചോദ്യം. കേരളം മുഴുവനും മുഖ്യമന്ത്രിയോടും പരിവാരങ്ങളോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. ഈ ദുരന്തത്തില് കേരളത്തിനൊപ്പം കേന്ദ്രമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ ഭിന്നത മറന്ന് കേരളത്തിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സാധ്യമായ എല്ലാ സഹായവും തുടക്കം മുതൽ തന്നെ കേന്ദ്രം നൽകി വരുന്നു എന്നാണ് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് വെളിപ്പെടുത്തിയത്. അപകടങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് KC വേണുഗോപാൽ MP പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ സമയമാണ്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയം പറയുകയല്ല വേണ്ടത്. ക്ഷീരമുള്ളോരകീടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നതുപോലെ ഒരിക്കലും രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ പരസ്പരം വൈരം വാരിയെറിയാനോ ഉള്ള സമയമല്ല ഇത്. ഇപ്പോ മരണം 205 കഴിഞ്ഞിട്ടുണ്ട്. കാണാതായത് 225ഓളം ആളുകളാണ്. ഇത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് കൃത്യമായ രൂപത്തിൽ സംരക്ഷണം ഏർപ്പെടുത്താൻ ബാധ്യതപ്പെട്ട സർക്കാരുകൾ അത് ചെയ്യാത്തത്?
എന്തായിരുന്നാലും സുമനസ്സുകളുടെ സഹായം നല്ല രൂപത്തിൽ നമ്മുടെ നാടിന് ലഭിക്കുന്നുണ്ട്. അത്തരം നല്ല മനസ്സുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കാരണക്കാരായവർ. ടെക്സ്റ്റൈൽസ് മുഴുവനും നൽകാനും അതുപോലെ അവരുടെ സമ്പാദ്യം മുഴുവനും വേണമെങ്കിൽ രത്തൻ ടാറ്റയൊക്കെ പറഞ്ഞില്ലേ, ഞാൻ ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്തും എൻ്റെ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്നതുപോലെ ഒരുപാട് ആളുകൾ തങ്ങളുടെ സമ്പാദ്യം മുഴുവനും രാജ്യത്തിനു വേണ്ടി, ഈ നാടിൻ്റെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെടുന്ന ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി കൊടുക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇപ്പോഴും നന്മയുള്ള മനുഷ്യർ ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. പ്രകൃതിക്ഷോഭം നാശം വിതച്ച വയനാട്, ഈ ദുരന്തത്തിന്റെ പൂർണ്ണ ചിത്രം പുറം ലോകം ഏതാണ്ട് 2-3 ദിവസങ്ങളായിട്ട് മാത്രമേ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. വയനാട്ടിൽ നിന്നും ദുരന്ത സൂചനകൾ എത്തിത്തുടങ്ങിയത് മുതൽ കല്യാൺ സിൽക്സും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും ഒക്കെ ദുരന്ത ബാധിതർക്ക് സഹായം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2 കോടി രൂപയുടെ സഹായവുമായിട്ടാണ് കല്യാൺ സിൽക്സും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും വയനാട് സാന്ത്വന സ്പർശവുമായി എത്തിയിട്ടുള്ളത്. ഭക്ഷ്യവസ്തുക്കൾ, കുടിവെള്ളം, പുതിയ വസ്ത്രങ്ങൾ, സാനിറ്ററി നാപ്കിനുകൾ, അതുപോലെ ശുചീകരണ സാമഗ്രികൾ തുടങ്ങിയ മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ടുള്ള അവശ്യ വസ്തുക്കളുടെ ഒരു വലിയ ശേഖരവുമായിട്ടാണ് കല്യാൺ സിൽക്സിന്റെയും കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും ട്രക്ക് ദുരന്ത ഭൂമിയിലെത്തിയത്. ഇതിനു പുറമെ വരും ദിവസങ്ങളിൽ പുനരധിവാസ പ്രവർത്തനങ്ങളിലും കല്യാൺ സിൽക്സും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും സജീവമായി രംഗത്തുണ്ടാകുമെന്ന് അറിയുന്നു. സന്തോഷം. ദുരന്തങ്ങൾ കേരളത്തിന് പല രൂപത്തിലുള്ള ആഘാതങ്ങൾ പല സന്ദർഭങ്ങളിലായി ഏൽപ്പിക്കുമ്പോൾ സാന്ത്വനമേൽകാൻ, അവർക്ക് സാന്ത്വനം എത്തിച്ചു കൊടുക്കാൻ, സഹായ സഹകരണങ്ങളുമായി മുന്നോട്ട് വരാൻ ഇത്തരം സന്നദ്ധ പ്രവർത്തകരുണ്ടാകും. ഈ നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരുടെ സമ്പത്ത് വാരിക്കൂട്ടി വെച്ചാൽ നമ്മൾ ഒരു സോക്സ് പോലും കൂടെ കൊണ്ടുപോകില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് നമ്മൾ പറയുമ്പോഴും അദ്ദേഹം ഗ്രേറ്റ് ആകുന്നത് 3 സന്ദേശങ്ങൾ ലോക ജനങ്ങൾക്ക് സമ്മാനിച്ചിട്ട് പോയതുകൊണ്ടാണ്. ഞാൻ ഒരുപാട് സമ്പാദിച്ചു, ഒരുപാട് ലോകരാജ്യങ്ങൾ ഞാൻ വെട്ടിപ്പിടിച്ചു, പക്ഷേ ഞാൻ മരിക്കുമ്പോൾ എന്നെ അനുഗമിക്കേണ്ടത് ലോകത്തെ ഏറ്റവും പ്രശസ്തരായ ഡോക്ടർമാരായിരിക്കണമെന്നും ഞാൻ പോകുന്ന വഴികളിലെല്ലാം സ്വർണവും വെള്ളിയും നാണയങ്ങൾ വിതരണമെന്നും എൻ്റെ 2 കൈകളും എടുത്ത് പുറത്തേക്കിടണമെന്നുമുള്ള 3 സന്ദേശം ലോകത്തിന് നൽകി. ഒരുപാട് നേടി ഞാൻ, പക്ഷെ ഒന്നും കൊണ്ടുപോകുന്നില്ല, എൻ്റെ കൈകൾ ശൂന്യമാണ്. ഒരുപാട് സമ്പത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് ഉപകരിച്ചിട്ടില്ല. ഒരുപാട് ഡോക്ടർമാരുണ്ടായിരുന്നു. 32ാമത്തെ വയസ്സിൽ എന്നെ മരണം കൊണ്ടുപോകുമ്പോൾ ഇവർക്കാർക്കും എന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന വലിയ സന്ദേശങ്ങളാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് ലോകത്തിന് നൽകിയത്. അതുപോലെ നമ്മള് 3 കഷ്ണം തുണി കിട്ടിയാൽ ഭാഗ്യം, അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന് സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളുകൾ, എന്നെ പോലെയുള്ള ആളുകളുടെ കാര്യമാണെങ്കിൽ അതുമില്ല, 3 കഷ്ണം തുണിയുമില്ല, റെഡി മണ്ണുമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് സഹജീവികൾക്ക് എന്തെങ്കിലും തരത്തിൽ നന്മകൾ പ്രവർത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ അതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വെളിച്ചമേകുന്നതെന്നും മറ്റുള്ളവരുടെ മനസ്സുകളിൽ ജീവിച്ചിരിക്കാൻ കാരണമെന്നും മനസ്സിലാക്കിയ ആളുകൾ എപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരിതബാധിതരെ സഹായിക്കാൻ മുന്നിലുണ്ടാകും. കേരളത്തെ പിടിച്ചുലച്ച പ്രളയങ്ങളുടെ കാലത്ത് മലയാളികൾ ഈ സാന്ത്വന സ്പർശം അനുഭവിച്ചവരാണ്. വയനാട് ദുരന്തം ഈ നാടിനേൽപ്പിച്ച മുറിവ് ചെറുതല്ല. വേദനയുടെ ഈ വേളയിൽ ദുരന്ത ബാധിതർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യ മനസ്സുകളുടെ ഏറ്റവും വലിയ കടമ. അതുകൊണ്ട് തന്നെയാണ് കാലതാമസമൊന്നുമില്ലാതെ സഹായഹസ്തവുമായി ഒരുപാട് സന്നദ്ധ സംഘടനകൾ, വ്യക്തികൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതോടൊപ്പം കല്യാൺ സിൽക്സിന്റെയും കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും സന്നദ്ധ സേവനം നമ്മൾ എടുത്തു പറയണം. കാരണം ഇത്തരം ഒരു പ്രഖ്യാപനവുമില്ലാതെ ദുരന്തം ബാധിച്ച ആദ്യ ദിവസം തന്നെ തങ്ങളുടെ സഹായം എത്തിച്ചവരാണ്.
എത്തിക്കും എന്ന് ഡിക്ലെയർ ചെയ്തവരാണ്. കല്യാൺ സിൽക്സ് ചെയർമാനായ മാനേജിംഗ് ഡയറക്ടറും കൂടിയായ ശ്രീ TS പട്ടാഭിരാമന് നന്ദി അറിയിക്കണം. ഈ സാഹചര്യത്തിൽ നമ്മുടെ കടമയാണ് സഹജീവികൾക്ക് എന്തെങ്കിലും തരത്തിലൊരു പ്രയാസം വന്നാൽ അവരെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. വയനാടിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും വരും ദിവസങ്ങളിൽ ദുരന്ത ബാധിതരുടെ മുറിവുണക്കാൻ മനുഷ്യ സഹജമായതെല്ലാം ചെയ്യുമെന്നും ശ്രീ പട്ടാഭിരാമൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ജനങ്ങൾ അങ്ങനെയാണ്, കൃത്യമായി സഹജീവികളുടെ വേദനകളിൽ പങ്കുചേരും, ഒരു സ്വാർത്ഥ താല്പര്യവുമില്ലാതെ. എന്തുകൊണ്ടാണ് റെഡ് അലേർട്ട് പുറപ്പെടുവിക്കാത്തത് എന്ന് കേന്ദ്രം ചോദിച്ചു. അതിന് അമിത്ഷായ്ക്കെതിരെ മറുപടിയുമായി വാർത്താ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയ കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കെതിരെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുതിയ പ്രസ്താവന. കേന്ദ്രം പ്രവചിച്ചതിലധികം മഴ പെയ്തു എന്നും കേന്ദ്ര കാലാവസ്ഥ റെഡ് അലേർട്ട് വയനാട്ടിലേക്ക് പ്രഖ്യാപിച്ചത് ദുരന്തം നടന്ന ശേഷമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കേന്ദ്രം വയനാട്ടിൽ പ്രവചിച്ചത് 204 മില്ലിമീറ്റർ മഴയായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ദുരന്ത മേഖലയിൽ 48 മണിക്കൂറിൽ 572 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. ഇരട്ടിയും കഴിഞ്ഞു. 23 മുതൽ 28 വരെ ഓരോ ദിവസം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന് നൽകിയ അറിയിപ്പിൽ ഒരു ദിവസം പോലും ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്നില്ല. 29-ാം തീയതി ഉച്ചയ്ക്കാണ് ഓറഞ്ച് അലേർട്ട് നൽകിയത്. 30-ാം തീയതി ഉരുൾപൊട്ടൽ നടന്ന ശേഷമാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയും റെഡ് അലേർട്ടും പ്രഖ്യാപിക്കുന്നത്. 115-നും 205 മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ആദ്യത്തെ 24 മണിക്കൂറിൽ ദുരന്ത മേഖലയിൽ 200 മില്ലിമീറ്ററും അടുത്ത 24 മണിക്കൂറിൽ 372 മില്ലിമീറ്റർ മഴയുമാണ് പെയ്തത്. മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമാണ് ഈ പെയ്ത മഴ. പ്രദേശത്ത് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല. അപകടമുണ്ടായ ശേഷം രാവിലെ 6 മണിയോടുകൂടിയാണ് റെഡ് അലേർട്ട് നൽകിയതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ജിയോളജിക്കൽ സർവേ ഇന്ത്യ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം വയനാട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ പച്ച അലേർട്ടാണ് നൽകിയത്. താരതമ്യേന ചെറിയ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അവിടെ വലിയ ദുരന്തമാണ് സംഭവിച്ചത്. കേന്ദ്ര ജല കമ്മീഷനാണ് സംസ്ഥാനത്ത് പ്രളയ മുന്നറിയിപ്പ് നൽകേണ്ടത്. ഈ മാസം 23-ാം തീയതി മുതൽ 28-ാം തീയതി വരെ അവർ ഇരുവഴിഞ്ഞിപ്പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് ഈ ഏജൻസി നൽകിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. മുഖ്യമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറയുന്ന കാര്യത്തിൽ വസ്തുതയില്ല എന്നാണ് പറഞ്ഞത്. NDRFനെ കേരളം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തിലേക്ക് കേന്ദ്രം അയക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്ര മുന്നറിയിപ്പ് അനുസരിച്ച് എല്ലാ മുൻകരുതലും കേരളം എടുക്കാറുണ്ട് എന്നും ഈ ദുരന്തങ്ങളെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത് എന്നും ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് വേണ്ടതെന്നും അല്ലാതെ എന്തെങ്കിലും ദുരന്തം സംഭവിക്കുമ്പോൾ കുറ്റം ആരുടെയെങ്കിലും പെടലിക്കിട്ടിട്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുകയല്ല വേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതായത് നിർഭാഗ്യവാന്മാരായ ജനങ്ങളോട് പറയേണ്ട കാര്യമല്ല ഇപ്പോൾ കേന്ദ്രമന്ത്രി പറയുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. പരസ്പരം പഴിചാരേണ്ട സമയമല്ല ഇതെന്നും രക്ഷാപ്രവർത്തനത്തിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അല്ല, നിർത്താതെ മഴ പെയ്തു. 2-3 ദിവസത്തെ തുടർച്ചയായ മഴയിൽ ഈ പ്രദേശത്തെക്കുറിച്ച്, അവിടെ താമസിക്കുന്ന ജനങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നില്ലേ? അവരുടെ കൂടെ മുഖ്യമന്ത്രിയല്ലേ ശ്രീ പിണറായി വിജയൻ? അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബാധ്യസ്ഥനല്ലേ അദ്ദേഹം? സാധ്യമായ എല്ലാ ഇടപെടലും വയനാട്ടിൽ നടത്തുമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും അത്യാധുനികമായ മുന്നറിയിപ്പ് സംവിധാനമാണ് നൽകിയത്. ഒരാഴ്ച മുമ്പ് മുന്നറിയിപ്പ് നൽകാനാകുമെന്നതാണ് രാജ്യത്തെ സംവിധാനം. മോദി പ്രധാനമന്ത്രി ആയ ശേഷം ദുരന്ത നിവാരണ മേഖലയിൽ വലിയ ശ്രദ്ധയും നൽകുന്നുണ്ട്.
കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജൂലൈ 18-ാം തീയതിയും 23-ാം തീയതിയും മുന്നറിയിപ്പ് നൽകിയെന്നാണ് അമിത്ഷായുടെ അവകാശം. ദുരന്തത്തിന് മുൻപ് അതിശക്തമായ മഴ പെയ്തു. ദുരന്ത സാധ്യത കണ്ടു തന്നെയാണ് NDRFന്റെ 9 സംഘങ്ങളെ കേരളത്തിലേക്ക് അയച്ചത് എന്ന് അമിത്ഷാ പറഞ്ഞു. ഗുജറാത്തിൽ നൽകിയ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിനെ അവർ ഗൗരവത്തോടെ കണ്ടു. അതുകൊണ്ട് അവിടെ ഒറ്റ ജീവഹാനി പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. 7 ദിവസം മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടും കേരളം എന്ത് ചെയ്തു എന്നതാണ് ചോദ്യം. എത്ര ജീവനുകൾ രക്ഷിക്കാൻ കഴിയുമായിരുന്നു, എന്തുകൊണ്ട് ചെയ്തില്ല? രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും കേന്ദ്രം ഒപ്പമുണ്ടാകുമെന്നും അമിത്ഷാ പറഞ്ഞു. ഇപ്പോഴും പറയുന്നു. നേരത്തെയും ഇതേ രീതിയിൽ തന്നെയായിരുന്നു അമിത്ഷാ പ്രതികരിച്ചത്. 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകിയിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾക്കും നഴ്സറികൾക്കും ഒക്കെ ഇത് ബാധകമാണ്. ഇവിടെ കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് ഈ വിഷയത്തിൽ. വയനാട് മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി 2 തസ്തികകൾ കൂടുതലായിട്ട് അനുവദിച്ചിട്ടുണ്ട്. മണ്ണിനടിയിലെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ സഹായം തേടുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ഒരുപാട് ഡെഡ് ബോഡികൾ കിട്ടി. അവർ ചോദിക്കുന്നത് ഇത് ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുമെന്നാണ്. വീടില്ലല്ലോ. ചില മൃതശരീരങ്ങൾ ലഭിച്ചു, പക്ഷേ ഐഡന്റിഫൈ ചെയ്യാൻ ചിലർക്ക് മുഖമില്ല. സങ്കടമുണ്ട് ഇത് പറയുമ്പോൾ. ചില ആളുകളുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് കിട്ടിയത്. ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. വയസ്സ് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇതാരാണ് എന്ന് തിരിച്ചറിയുന്നത്? ഒന്നിനും സാധിക്കാതെ ജനങ്ങൾ വലയുകയാണ്. ഞങ്ങൾക്ക് വീടില്ല. ഇത് ഉറ്റവരുടേതാണോ ഉടയവരുടേതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മരണം 205 കടന്നു. 98 മൃതദേഹങ്ങളാണ് ആശുപത്രിയിലുള്ളത്. ഇപ്പോഴും ഉറ്റവരെയും ഉടയവരെയും കാത്ത് തിരിച്ചറിയപ്പെടാനാകാതെ കിടക്കുന്ന 48 മൃതദേഹങ്ങൾ. 240 പേരെ കാണാനില്ലാത്തതിന്റെ പേരിൽ ഇപ്പോഴും തിരച്ചിലാണ്. 1592 പേരെയാണ് ഇതിനോടകം തന്നെ ജനങ്ങൾ രക്ഷപ്പെടുത്തിയത്. 82 ക്യാമ്പുകളിലായിട്ടാണ് ബാക്കിയുള്ള മുഴുവൻ ജനങ്ങളും കഴിയുന്നത്. മന്ത്രിമാര് മുഴുവനും 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നൽകണം എന്നാണ് ഇപ്പോഴത്തെ ഉത്തരവ്. ഒരു ഭാഗത്ത് നടക്കുന്ന ക്യാമ്പയിൻ ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നേരിട്ട് കൊടുക്കരുത് എന്നായിരുന്നു. അറിയാം, തകർത്തൊഴുകിയ ഈ ദുരന്തത്തിൽ ഒരുപാട് മനുഷ്യ ജീവിതങ്ങളാണ് ഒലിച്ചു പോയത്. ഒരുപാട് മനുഷ്യരെ രക്ഷപ്പെടുത്താനുള്ള പാലമാണ് ഒലിച്ചു പോയത്. പല മനുഷ്യരും ഈ ദുരന്തത്തിൽ ജീവിതത്തിലേക്കുള്ള കച്ചിത്തുരുമ്പിനായി കാത്തിരിക്കുന്നു. നിരവധി ആളുകളുടെ ജീവൻ കവർന്ന, നമുക്ക് പ്രത്യേകിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഈ ദുരന്തത്തിൽ, ഈ ഉരുൾപൊട്ടലിൽ ഒരു പ്രദേശം, ഒരു നാട് മുഴുവനും ഇല്ലാതായ കാഴ്ചയാണ് മുണ്ടക്കയിലും അതുപോലെ വയനാട്ടിലെ വ്യത്യസ്തമായ ഭാഗങ്ങൾ ഇത് നടന്നിട്ടുണ്ട്. അവിടൊക്കെ നമ്മൾ കണ്ടത്. അത്രയേറെ നാട് ഉണർന്നത് ഞെട്ടിക്കൊണ്ടായിരുന്നു, നൊമ്പരപ്പെടുത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ സുപ്രഭാതത്തിൽ നമ്മളൊക്കെ ഉറക്കമെഴുന്നേറ്റത്. രക്ഷാപ്രവർത്തകർ പറയുന്നു, ഈ കാഴ്ച ഞങ്ങൾക്കും കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. ചിലരുടെ കൈകൾ, ചിലരുടെ കാലുകൾ, ചില ഉടലുകൾ, ചില തലകൾ മാത്രം പുഴയിലൂടെ ഒഴുകി നടക്കുന്നു. നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർത്ത് ഒരുപാട് ജീവിതങ്ങളെ മണ്ണിനടിയിലേക്ക് തള്ളിയ ദുരന്തത്തിൽ ഇപ്പോഴും
ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ആരെങ്കിലും എത്തും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ചില ആളുകൾ ദുരന്ത ഭൂമിയിലുണ്ട് എന്ന് സന്നദ്ധ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുകയാണ്. കഴുത്തറ്റം മണ്ണിനടിയിൽ പുതഞ്ഞിട്ടും മരണത്തിന് കീഴടങ്ങാനോ പരാജയപ്പെടാനോ തയ്യാറല്ലാതെ ജീവിതത്തിലേക്ക് കരം പിടിക്കാൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ വരുമെന്ന പ്രത്യാശയിൽ കഴിയുന്ന ആളുകളാണ് മുഴുവൻ പേരും. കഴുത്തറ്റം ചെളിയിൽ പുതഞ്ഞിട്ടും ചുറ്റുപാടും കണ്ണോടിക്കുവാണ്. ആരെങ്കിലും വരും എന്നെ രക്ഷിക്കാൻ. പ്രതീക്ഷ നശിച്ചില്ല, പ്രതീക്ഷ നിരാശയായില്ല. ആളുകൾ എത്തി, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഇത്തരത്തിൽ ചെളിയിലും മണ്ണിലും വെള്ളത്തിലും പുതഞ്ഞു കിടക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് എയർലിഫ്റ്റ് ചെയ്ത് രക്ഷിക്കണമെന്നാണ് രക്ഷാപ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. പ്രതികൂല കാലാവസ്ഥ കാരണം ഹെലികോപ്റ്റർ എത്താൻ വൈകുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. മരങ്ങൾ അങ്ങിങ്ങായി ഒടിഞ്ഞു കിടക്കുന്നു. ആന പിടിച്ചാൽ പോലും എടുക്കാൻ പറ്റാത്ത തടികൾ. ആകെ മരം മുറിക്കുന്ന ഒരു സംവിധാനം മാത്രമേ എങ്ങാണ്ടേ എത്തിയിട്ടുള്ളൂ ഇപ്പോഴും. അതുകൊണ്ട് അതൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ എത്താൻ വൈകുന്നത് അതിലേറെ പ്രതീക്ഷ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഉരുൾപൊട്ടലുണ്ടായ ഈ വെള്ളപ്പാച്ചിലില് ഈ ആളുകളുടെ അടുത്തേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. കാരണം പാലം ഉൾപ്പെടെ കൊണ്ടുപോയല്ലോ. ഇങ്ങനെ ചെളിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഒരുപാട് പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി മുതൽ ഈ ചെളിയിൽ നിന്ന് കരകയറാൻ സാധിക്കാതെ ഒരേ നിപ്പ് നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ആരെങ്കിലും എത്തും. മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ തങ്ങളെ രക്ഷിക്കാൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ്. ചിലരെ ഇതിനോടകം തന്നെ കയറ് കെട്ടിയും മറ്റും ശ്രമകരമായി രക്ഷിക്കാനും സന്നദ്ധ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതും ചെറിയ കാര്യമല്ല. ഒരുപാട് ആളുകൾ രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി വയനാട്ടിലേക്ക് കുതിച്ചിട്ടുണ്ട്. ഇത് മനുഷ്യന്റെ മനസാക്ഷി ഇനിയും മരവിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് രൂപത്തിലുള്ള ദുരന്തങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് നമ്മൾ. ഈ ദുരന്തങ്ങളിലെല്ലാം നമ്മള് മനുഷ്യര് തന്നെയാണ്, മലയാളികൾ തന്നെയാണ് മുറുകെ പിടിച്ചു നിന്നിട്ടുള്ളത്. ഒരുപാട് വിദേശത്തുള്ള ആളുകളും ഒരുപാട് പണം നൽകി അവരെ കൊണ്ട് പറ്റുന്ന പിന്തുണ നൽകി സഹായിച്ചിട്ടുണ്ട്. ഈ വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട കുടുംബങ്ങളെയും വ്യക്തികളെയും ഒക്കെ പുനരധിവസിപ്പിക്കുന്നതിന് മുസ്ലിം പങ്കാളിത്തം ഉണ്ടാകുമെന്ന് പങ്കാളിത്തം വഹിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഹിന്ദു ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനകളും തങ്ങളുടെ സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം സർക്കാർ സംവിധാനം ഉൾപ്പെടെയുള്ള മറ്റ് പുനരധിവാസ പദ്ധതികളോടൊപ്പം മുസ്ലിം ലീഗും പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുമെന്നും വീടുകളുടെ പുനർനിർമ്മാണവും പുതിയ വീടുകളുടെ നിർമ്മാണവും വിദ്യാഭ്യാസം സാമ്പത്തിക സഹായങ്ങൾ പാക്കേജിന്റെ ഭാഗമായി ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഏതറ്റം വരെയും ഈ കേരളത്തെ പിടിച്ചു നിർത്താൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും എത്തിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അറിയിച്ചു. ഈ സമയം മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കക്ഷി താല്പര്യത്തിന്റെയും സ്വാർത്ഥ താല്പര്യത്തിന്റെയും വ്യക്തി വൈരാഗ്യത്തിന്റെയും ഒന്നും പേരിൽ ഭിന്നിച്ചു നിൽക്കേണ്ടവരല്ല നമ്മൾ. ഒരു ചെറിയ സഹായം പോലും ഈ സാഹചര്യത്തിൽ വലുതായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ക്യാമ്പുകളിൽ പുറത്തുനിന്നെത്തുന്ന ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്യാമ്പുകളിൽ ഭക്ഷണവും മരുന്നുകളും ഉൾപ്പെടെ ഏത് സാധനത്തിന് കുറവുണ്ടെങ്കിലും പരിഹരിക്കാൻ പുറത്തുനിന്നുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സർക്കാർ ഒരുക്കിയിരിക്കുന്ന സംവിധാനത്തിന് പുറമെയാണിത്. ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ UDF പ്രവർത്തകർ തയ്യാറാണ് എന്ന് MLAക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. കൂടുതൽ മൃതദേഹങ്ങൾ എത്തുമ്പോൾ ഫ്രീസറുകളുടെ കുറവുണ്ടായാൽ അതിന് പകരമായി ഫ്രീസറുകളുള്ള കണ്ടെയ്നറുകൾ പുറത്തുനിന്നും എത്തിച്ചു നൽകാമെന്നും ആരോഗ്യ വകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ പര്യടനം വെട്ടിച്ചുരുക്കി KPCC അധ്യക്ഷൻ K. സുധാകരൻ MP കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വ്യാഴാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം വയനാട്ടിലേക്ക് യാത്ര തിരിക്കുമെന്ന് കേൾക്കുന്നു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്.
10 മൃതദേഹങ്ങളാണ് ആദ്യം കൊണ്ടുപോയത്. 10 ആംബുലൻസുകൾ വീതമുള്ള ബാച്ചുകളിലായി മൃതദേഹങ്ങൾ മുഴുവൻ മേപ്പാടിയിലേക്ക് എത്തിക്കും. ബന്ധുക്കൾക്ക് തിരിച്ചറിയാനും മറ്റുമുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കും. കാരണം അവർക്ക് വീടില്ല. ഏതെങ്കിലും പൊതുസ്ഥാപനങ്ങളിൽ മാത്രം വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കൈയിലേക്ക് ചൂരൽമലയിൽ നിന്നും താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ സാധനങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. കാണാതായ 225 പേർക്കു വേണ്ടി വീണ്ടും തെരച്ചിലിലാണ്. ഈ വയനാട് ഉരുൾപൊട്ടലിലാണ് കാണാതായിരിക്കുന്നത് ഇത്രയും ആളുകൾ. ഔദ്യോഗികമായ കണക്കുകൾ മാത്രമാണ് 225. റവന്യൂ വകുപ്പിന്റെ പ്രാഥമികമായിട്ടുള്ള കണക്ക് മാത്രമാണിത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ സ്ഥാപിച്ച കേന്ദ്രത്തിൽ നിന്ന് 29-ന് നൽകിയ മുന്നറിയിപ്പിൽ പച്ച അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ചെറിയ മണ്ണിടിച്ചില്, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് പച്ചയിൽ തെളിഞ്ഞത്. അപ്പോഴേക്കും അതിതീവ്ര മഴ പെയ്യുകയും ദുരന്തം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞു. കേന്ദ്ര ജല കമ്മീഷൻ ജൂലൈ 23 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ ഇരുവഞ്ഞിപ്പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല. ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ അമിത്ഷാ പാർലമെന്റിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് ഇവിടെ ശക്തമായ രൂപത്തിൽ ആരോപണങ്ങൾ ഉയരുന്നു. കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് NDRF സംഘത്തെ അയച്ചു. ഇതിലൊരു സംഘത്തെ വയനാട്ടിൽ വിന്യസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ലത്. കാലവർഷം ആരംഭിച്ചതു മുതൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഓരോ പ്രദേശത്തും സുരക്ഷാ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിരുന്നു. ഈ പ്രദേശത്ത് റെഡ് സോണിന്റെ ഭാഗമായിട്ടുള്ള ഇടങ്ങളിൽ മുന്നറിയിപ്പ് നൽകി ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അതുകൊണ്ട് ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് 6 കിലോമീറ്റർ അകലെയുള്ള ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. മുമ്പ് അനുഭവപ്പെടാത്ത തരത്തിൽ അതിതീവ്ര മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ആരുടെയെങ്കിലും ചുമലിൽ തള്ളി രക്ഷപ്പെടാതെ അതിനെ പ്രതിരോധിക്കാൻ, ആ ദുരന്തത്തെ നേരിടാൻ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ പരസ്പരം പഴിചാരേണ്ട സമയമല്ല. ദുരന്തത്തിന് ഇടയായ ആളുകളെ രക്ഷിക്കാൻ നമുക്ക് കൂട്ടമായി നിൽക്കാം. അങ്ങനെ ഒരു പരിശ്രമമാണ് വേണ്ടത്. വ്യാഴാഴ്ച രാവിലെ 11:30 വയനാട്ടിൽ സർവകക്ഷി യോഗം ചേരുമെന്നാണ് അറിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ എല്ലാവരും തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ദുരിതബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ വ്യാപകമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പലയിടങ്ങളിലും നടക്കുന്ന പണപ്പിരിവ്, വസ്ത്രം, ഭക്ഷണം ശേഖരിക്കൽ എന്നിവ വയനാടിന് ഗുണകരമാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ സജ്ജീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നായി മാറും. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അത്തരം നീക്കങ്ങൾ നിർത്തിവെക്കണം. ഇതുവരെ ശേഖരിച്ച വസ്തുക്കൾ അതാതു ജില്ലകളിലെ കളക്ട്രേറ്റുകൾക്ക് കൈമാറണം. എന്തെങ്കിലും ആവശ്യം വന്നാൽ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് പോലെ ചെയ്യുന്നതാകും നല്ലതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടെ മുമ്പും ഒരുപാട് ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും പ്രകൃതിക്ഷോഭങ്ങൾക്കുമൊക്കെ ഇരയായവരാണ് നമ്മൾ. ആ സമയത്തൊക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധാരാളം ആളുകൾ പണം നൽകിയിരുന്നു. സൈക്കിൾ വാങ്ങാൻ വെച്ചിരുന്ന പണവും, മക്കളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പണവും, കുട്ടികളുടെ പഠനത്തിനായി വെച്ചിരുന്ന പണവും, ചികിത്സയ്ക്കായി വെച്ചിരുന്ന പണവുമൊക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് ആ പണം എവിടെ, ആർക്ക്, എന്ത്, എപ്പോൾ ചെയ്തു, അതിനെപ്പോഴെങ്കിലും ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോ വയനാട്ടിലെ ഉരുൾപൊട്ടലും മറ്റ് ജില്ലകളിലെ ശക്തമായ മഴയും കാരണം പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഏറ്റവും പുതിയ ഉപദേശം. ജലജന്യ, ജന്തുജന്യ, പ്രാണിജന്യ, വായുജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യത കൂടുതലാണത്രേ. എലിപ്പനി കേസുകൾ കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്ന സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളികകളായ
ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്നാണ് പറയുന്നത്. എല്ലാ ആശുപത്രികളിലും അവശ്യ മരുന്നുകൾ, അതുപോലെ ORS ലയനി, സിങ്ക് ഡോക്സിസൈക്ലിൻ, ബ്ലീച്ചിങ് പൗഡർ തുടങ്ങിയവയൊക്കെ മതിയായ സ്റ്റോക്ക് ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. അതിന്റെ ലഭ്യത കുറവ് മുൻകൂട്ടി അറിയിക്കണമെന്നും ഉത്തരവുണ്ട്. എല്ലാ പ്രധാന ആശുപത്രികളിലും പാമ്പ് കടിയേറ്റാൽ ചികിത്സിക്കാനുള്ള ആന്റി സ്നേക്ക് വെനം സ്റ്റോക്ക് ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. ആശുപത്രികൾ ഐസൊലേഷൻ വാർഡുകൾ സജ്ജീകരിക്കണം. ദുരിതബാധിത പ്രദേശങ്ങളിൽ അവധി ദിവസങ്ങളിലും അതുപോലെ ഞായറാഴ്ചകളിലുമൊക്കെ സേവനം ഉറപ്പാക്കണം. ശുചീകരണ പ്രവർത്തനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവർ വ്യക്തിഗത സുരക്ഷാ ഉപാധികളായ ഗ്ലൗസ്, മാസ്ക്, ബൂട്ട് മുതലായവ ധരിക്കണമെന്നും പറഞ്ഞു. വൈദ്യുതാഘാതം, പാമ്പുകടി, ഇഴജന്തുക്കൾ ഉൾപ്പെടെയുള്ളവയുടെ ആക്രമണം മുതലായവ ഒഴിവാക്കുന്നതിനു വേണ്ടി സുരക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്നും ഉപദേശമുണ്ട്. പ്രളയബാധിത പ്രദേശങ്ങളിലെ ആശുപത്രികളിൽ ഉപകരണങ്ങൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കണം. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ക്യാമ്പുകളിലും ആരോഗ്യ സേവനം ഉറപ്പാക്കാൻ നോഡൽ ഓഫീസർ ഉണ്ടായിരിക്കണമെന്നും പറയുന്നു. ക്യാമ്പുകളിൽ ഡയാലിസിസിന്, അതുപോലെ കീമോതെറാപ്പി മുതലായ ചികിത്സയുള്ള രോഗികൾക്ക്, ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് തുടർ ചികിത്സ ഉറപ്പാക്കണം. ഏതെങ്കിലും രോഗങ്ങൾക്ക് പതിവായി മരുന്ന് കഴിക്കുന്ന ആളുകൾ തുടരേണ്ടതാണ്. സുരക്ഷിതമല്ലാത്ത മേഖലയിൽ വസിക്കുന്ന ആളുകൾ നിർദ്ദേശം കിട്ടിയാൽ ഉടനെ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറി താമസിക്കണം. പക്ഷി മൃഗാദികളുടെ ശവശരീരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ടവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആഴത്തിൽ കുഴിയെടുത്ത് ബ്ലീച്ചിങ് പൗഡർ വിതറി സംസ്കരിക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരുപാട് മുന്നറിയിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വയനാട്ടിലേക്ക് സന്നദ്ധ പ്രവർത്തകരായി എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ 225 പേരെ കാണാതായതിന്റെ പേരിൽ തിരച്ചിൽ ശക്തമായി മുന്നോട്ട് പോകുകയാണ്. മരിച്ചവരുടെ എണ്ണം ഏതാണ്ട് 200 കടന്ന് 205 കഴിഞ്ഞ് 206 കടന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതില് വളരെ കുറച്ചാളുകളെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ മുണ്ടേരി, പോത്തുകല്ല് ഭാഗങ്ങളിലെ ചാലിയാർ തീരങ്ങളിൽ നിന്നാണ് ഇതുവരെ ഒരുപാട് മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഇതില് ആണിനെയും പെണ്ണിനെയും കുട്ടികളെയും ഒക്കെ കുറച്ചൊക്കെ മാത്രമേ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. പലതും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. പലരുടെയും ശരീരങ്ങളുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് മൃതദേഹങ്ങളാണ് പല ആശുപത്രികളിലായി കിടക്കുന്നത്. ഈ മൃതദേഹങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് ബന്ധുക്കൾ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് കൊണ്ടുവയ്ക്കാൻ വീടില്ല, മയ്യത്ത് സംസ്കരിക്കാൻ ഇടമില്ല, വേണ്ടപ്പെട്ടവരെ അറിയിക്കാൻ മാർഗമില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം? ഔദ്യോഗിക കണക്ക് മാത്രമാണ് 225 പേര്. എത്രയോ ആളുകളാണ് ഇപ്പോഴും ചികിത്സയിലുള്ളത്. അതിനകത്ത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിലുള്ള ആളുകളും ഇപ്പോൾ ചികിത്സയിലാണ്. മുണ്ടക്കൈയിലെത്തിയ മന്ത്രിമാരോട് പ്രദേശവാസികൾ കയർത്തു. ആദ്യം തന്നെ മേപ്പാടിയിൽ നിന്ന് ദുരന്ത സ്ഥലത്തേക്ക് വാഹനങ്ങൾ കയറ്റുന്നില്ല എന്ന് ആരോപിച്ചിട്ടായിരുന്നു വാക്കേറ്റം ഉണ്ടായത്. മന്ത്രിമാരായ വി ശിവൻകുട്ടി, വി അബ്ദുറഹ്മാൻ, AK ശശീന്ദ്രൻ എന്നിവരോടാണ് പ്രദേശവാസികൾ കയർത്തത്. അവരുടെ വേദന ഒരു പക്ഷേ ആ സാഹചര്യത്തിൽ മന്ത്രിമാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. ഭക്ഷണ വണ്ടികൾ ഉൾപ്പെടെ പോലീസ് തടഞ്ഞു എന്നതുകൊണ്ട് അവരുടെ ഉറ്റവരും ഉടയവരുമാണ് നഷ്ടപ്പെട്ടത്. അവരേത് രൂപത്തിലും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകും. ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ച 11:30 സർവകക്ഷി യോഗം ചേരുമെന്നാണ് കേട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും കേട്ടു. അടിയന്തര ധനസഹായം പിന്നീട് തീരുമാനിക്കും. 9 മന്ത്രിമാർ ഇപ്പോൾ വയനാട്ടിലുണ്ട്. 2 ടീമുകളിലായി പ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. കൺട്രോൾ റൂമുകളിൽ മന്ത്രിമാർ ഉണ്ടാകണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ ഫോറൻസിക് ഡോക്ടർമാരെ നിയോഗിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. മൈസൂരിലെ യാത്ര ചെയ്യുന്ന ആളുകൾ വയനാട് വഴിയുള്ള യാത്ര ഒഴിവാക്കി ഇരിട്ടി കൂട്ടുപുഴ റോഡ് വഴി യാത്ര ചെയ്യണമെന്ന് കണ്ണൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് മേപ്പാടിയിലെത്തി. വയനാട് ദുരന്തം ലോക്സഭ വൈകിട്ട് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു. KC വേണുഗോപാലിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ 3 മണിക്കാണ്. ഉരുൾപൊട്ടലിൽ മരിച്ച ആളുകളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു.
ഇതിലും എണ്ണം വർദ്ധിക്കും എന്ന് തന്നെയാണ്, മരണസംഖ്യ ഉയരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. ഇപ്പോ മുണ്ടുമടക്കി കുത്തി ചെളിയില് മന്ത്രി രക്ഷാപ്രവർത്തനത്തിന് മുൻനിരയിലുണ്ട് എന്ന് കാണുന്നു. മുട്ടപ്പം ചെളിയുണ്ട്, മണ്ണുണ്ട്, കല്ലും ചെളിയും ഒക്കെ ഉണ്ട്. ഒന്ന് നിവർന്നു നിൽക്കാൻ പ്രയാസമുള്ള സ്ഥലത്ത് മന്ത്രിക്കുപ്പായം അഴിച്ചു വെച്ച് മുഹമ്മദ് റിയാസ് മുണ്ടുമടക്കി ഇറങ്ങിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർക്കൊപ്പം ഒരു സാധാരണക്കാരൻ കൂടിയായി എന്നാണ് വാർത്തകൾ. പിന്നെ അതിവേഗം രക്ഷാപ്രവർത്തനം ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ മുൻനിരയിൽ മന്ത്രിയുമുണ്ട്. രക്ഷപ്പെടുത്തുന്നവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ മന്ത്രി മുന്നിട്ട് നിൽക്കുന്നു. ദുരന്തമുഖത്ത് നിന്ന് മുന്നിട്ടിറങ്ങുന്ന ഇത്തരം മന്ത്രിമാരെയാണ് ഈ നാടിനു വേണ്ടത്. മന്ത്രിയുടെ രക്ഷാപ്രവർത്തനത്തിന് പിന്നാലെ വരുന്ന കമന്റുകളും നല്ലത് തന്നെയാണ്. കാരണം മന്ത്രി കുപ്പായം അഴിച്ചു വെച്ച് ശീതീകരിച്ച റൂമുകളിൽ ഇരുന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുകയല്ല വേണ്ടത്, ജനങ്ങളോടൊപ്പം നിൽക്കണം. ജനങ്ങളോടൊപ്പം മുണ്ടുമടക്കി ഒരു സാധാരണക്കാരനായി പണിയെടുക്കുന്ന, തൻ്റെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ ആ ദുരന്ത ഭൂമികയിൽ അന്വേഷിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കുന്ന ഒരു മന്ത്രിയെ കാണാൻ കഴിഞ്ഞതിൽ നന്ദി. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല എന്നീ ഭാഗങ്ങളിൽ ഉണ്ടായ ഭയാനകമായ ഉരുൾപൊട്ടൽ ഇന്ന് ഈ നാടിനെ ഞെട്ടിപ്പിക്കുകയാണ്, കരയിപ്പിക്കുകയാണ്, കണ്ണീരിലാഴ്ത്തുകയാണ്. ദേശീയ ദുരന്തമായിട്ടാണ് ഇതിനെ പ്രഖ്യാപിക്കേണ്ടത്. ഈ ദുരന്തത്തിൽ സൗദി അറേബ്യ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും ഇന്ത്യൻ സർക്കാരിനും ജനതയ്ക്കും അനുശോചനം അറിയിക്കുന്നതായും സർവസ്വവും നഷ്ടപ്പെട്ട ജനങ്ങൾക്കൊപ്പമാണ് തങ്ങളെന്നും ഇന്ത്യയിലെ സൗദി എംബസി എക്സിൽ പോസ്റ്റ് ചെയ്ത അനുശോചന സന്ദേശത്തിൽ പറയുന്നു. കേരളത്തിൽ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലില് നിരവധി ആളുകളുടെ മരണത്തിനും ഗുരുതരമായ പരിക്കിനും കാരണമായ ദാരുണമായ സംഭവത്തിൽ ആത്മാർത്ഥമായ അനുശോചനം രേഖപ്പെടുത്തുന്നതായും സന്ദേശം വന്നു കഴിഞ്ഞു. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നമ്മളോടൊപ്പം നിൽക്കാൻ, നമ്മുടെ ഈ വേദനയിൽ പങ്കുചേരാൻ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ട് എന്നതാണ് ആകെ ഒരു സമാധാനം. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വാർത്ത, മൈസൂരിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ വയനാട് വഴിയുള്ള യാത്ര ഒഴിവാക്കണം എന്ന് നിർബന്ധമായും കണ്ണൂർ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നു. വയനാട് വഴി പോകുന്നതിന് പകരം ഇരിട്ടി കൂട്ടുപുഴ റോഡ് വഴി യാത്ര ചെയ്യണമെന്നാണ് പുതിയ നിർദ്ദേശം. ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരം വഴി അത്യാവശ്യ വാഹനങ്ങൾക്കൊഴികെ മറ്റുള്ള വാഹനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടാകാതിരിക്കാനും മുണ്ടക്കൈ രക്ഷാപ്രവർത്തന സാമഗ്രികൾ എത്തിക്കുന്നതിനും ചുരത്തിലൂടെ സഞ്ചാരപാത ഒരുക്കുന്നതിനും വേണ്ടിയാണ് ശക്തമായ രൂപത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. താമരശ്ശേരി ചുരം പാതയിൽ രണ്ടാം വളവിന് താഴെ 10 മീറ്ററിലധികം നീളത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി വിള്ളൽ കണ്ടിരുന്നു. തുടർന്ന് ഭാരമേറിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ നാടിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇപ്പോഴും നമ്മുടെ പല പാലങ്ങളും ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലങ്ങളാണ്. ഇതൊക്കെ നമുക്കറിയുന്നതാണ്. ഇപ്പോ വലിയ വണ്ടികൾക്കൊന്നും പോകാൻ സാധിക്കാത്ത രൂപത്തിലാണ് ഉള്ളത്. വയനാട് മുഴുവനും റെഡ് അലേർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോ ഈ ഉരുൾപൊട്ടലില് ഒരുപാട് ആളുകൾ സന്നദ്ധ സഹായവുമായി നാടുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. വയനാട്ടിലുണ്ടായ ഈ ഉരുൾപൊട്ടലിൽ കർണാടക സ്വദേശികളായ 7 പേര് മരിച്ചിട്ടുണ്ട്. 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചാമരാജനഗറിൽ നിന്നുള്ള 4 പേരും മാണ്ഡ്യ ജില്ലയിൽ നിന്നുള്ള 3 പേരും മരിച്ചതായി ഗുണ്ടൽപേട്ട് തഹസീൽദാർ രമേശ് ബാബു ETV ഭാരതിനോട് പറഞ്ഞു. ഇന്നലെ ചാമരാജനഗർ സ്വദേശികളായ പുട്ടസിദ്ധി, റാണി എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇന്ന് ജൂലൈ 31-ാം തീയതി മാണ്ഡ്യ സ്വദേശികളായ 3 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. വൈത്തിരി ആശുപത്രിയിൽ നിന്നാണ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത്. ചാമരാജനഗർ താലൂക്കിലെ ഇറസവാടി സ്വദേശികളായ രാജൻ, രജനി എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇനിയും കണ്ടെത്തേണ്ടത്. ഉരുൾപൊട്ടലിൽ കാണാതായ കർണാടക സ്വദേശികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ചാമരാജനഗർ തഹസീൽദാർ ഗിരിജമ്മ, ഗുണ്ടൽപേട്ട് തഹസീൽദാർ രമേശ് ബാബു എന്നിവരുടെ സംഘം വൈത്തിരി താലൂക്ക് കേന്ദ്രത്തിലും പരിചരണ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും ഒക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. മികച്ച കന്നഡികർക്ക് 5 ലക്ഷം മികച്ച സന്നദ്ധ പ്രവർത്തകർ കർണാടകയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്.
ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പൊ കർണാടകയിൽ നിന്നും മരിച്ച ആളുകൾക്കാണ് 5 ലക്ഷം രൂപ വീതം ധനസഹായം അവർ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ ആളുകൾ കുറച്ചല്ലല്ലോ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാതെ കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ബന്ധുക്കൾ എങ്ങനെയായിരിക്കും നമ്മുടെ മരിച്ച ബന്ധുവിനെ കിട്ടുന്നത്, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെവിടെ എന്നറിയാതെ വിലപിക്കുന്ന സാഹചര്യത്തിൽ ധനസഹായം പ്രഖ്യാപിക്കാനുള്ള സമയമല്ലല്ലോ. അതുകൊണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവരിൽപ്പെട്ട ആളുകൾ, അവരുടെ നാട്ടുകാർ മരിച്ചപ്പോൾ പണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർണാടകയിലെ 2 മുതിർന്ന IAS ഉദ്യോഗസ്ഥരും NDRF സംഘവും കരസേനയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. വയനാട് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കാൻ തൊഴിൽ മന്ത്രി സന്തോഷ് ലാഡ് വയനാട്ടിലേക്ക് പോകുമെന്ന് അറിയുന്നു. അവരുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന. ദുരിതത്തിൽ കഴിയുന്ന കന്നഡക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ഇത് കേരളമാണ്. ഈ കേരളത്തിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളി, ഒരു കർണാടകക്കാരൻ, അതല്ലെങ്കിൽ ഒരു ബംഗാളി, ആസാം ഇല്ല. നമ്മുടെ നാട്ടിലെല്ലാം മനുഷ്യരാണ്. ആ മനുഷ്യരെയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ സന്നദ്ധ പ്രവർത്തകർ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടുകാരുടെ ജീവന് മാത്രം ഒരു പ്രത്യേകത, കേരളത്തിലുള്ള ജീവന് പ്രത്യേകതയില്ല. ആ ഒരു രീതിയിലുള്ള വിവേചനം ഒരിക്കലും കേരളത്തിനുണ്ടാകില്ല. കേരളം അങ്ങനെ ഒരിക്കലും അതിനെ ഒരു മതപരമായോ രാഷ്ട്രീയപരമായോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആ നാട് ഈ നാട് ആ രൂപത്തിൽ ഒരു ചേരിതിരിവിലേക്ക് കാണുകയുമില്ല. വയനാട്ടിലെ ഈ ദുരന്തത്തെ സംബന്ധിച്ച് നടൻ കമലഹാസൻ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ദുരന്തത്തിന്റെ ആഘാതം മനസ്സിലാക്കി എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈന്യത്തിനും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും നന്ദി അറിയിക്കുന്നുവെന്നും കമലഹാസൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിലെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം എന്റെ ഹൃദയം തകർക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ കാണാതായ കുടുംബങ്ങളോട് എന്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. കാലാവസ്ഥയിലെ മാറ്റം കാരണം പ്രകൃതി ദുരന്തങ്ങൾ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആഘാതം മനസ്സിലാക്കി നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ദുഷ്കരമായ സാഹചര്യത്തിൽ ആളുകളെ രക്ഷിക്കാൻ ജീവൻ പണയപ്പെടുത്തി പ്രവർത്തിക്കുന്ന സൈന്യത്തിനും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും എന്റെ നന്ദി അറിയിക്കുകയാണ് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഉരുൾപൊട്ടലിൽ അടിയന്തര സഹായമായി 5 കോടി രൂപ അനുവദിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രംഗത്തുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും അനുശോചനം അറിയിക്കുകയും ചെയ്ത സ്റ്റാലിൻ ദുരന്തത്തിൽ തമിഴ്നാടിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഉറപ്പുവരുത്തിയിട്ടാണ് 5 കോടി രൂപയും അനുവദിച്ചത്. ഒരു തവണ പോലും റെഡ് അലേർട്ട് നൽകിയിരുന്നില്ല വയനാടിന് എന്നും പരസ്പരം പഴിചേരേണ്ടുന്ന സമയമല്ല ഇതെന്നും അമിത്ഷായ്ക്ക് മറുപടിയായി പിണറായി വിജയൻ പറഞ്ഞു. വയനാട് ദുരന്തത്തില് DYFI 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചൂരൽമലയിലെ സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലം ഏതാണ്ട് വീണ്ടും മുങ്ങിയിരിക്കുന്നു. കാരണം ഇപ്പോഴും മഴ തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 20 ലക്ഷം നൽകിയിരിക്കുകയാണ് നടൻ വിക്രം. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ നാളെ അവധിയായിരിക്കും. വയനാട് ദുരന്തം രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ തുടരുന്നതായിട്ടാണ് മുഖ്യമന്ത്രി ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പോ ഒരുപാട് ആളുകൾ ഉറ്റവരെയും ഉടയവരെയും തിരയുകയാണ്. മരണം ഏറിക്കൊണ്ടിരിക്കുന്നു. ചൂരൽമലയിലേക്ക് ബെയിലി പാലവുമായി സൈന്യം എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഉപകരണങ്ങൾ ആവശ്യമുണ്ട് എന്നാണ് വിലയിരുത്തൽ. വയനാട് ദുരന്തം നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുന്നു. ചാലിയാറിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഏഴിമല നാവിക അക്കാദമിയിലെ 60 അംഗ സംഘം ഇപ്പോഴും ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട്. മരണപ്പുഴയായി ചാലിയാർ ഒഴുകുമ്പോൾ നമ്മളും അവരുടെ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ നാളെ നേരം വെളുക്കുന്ന സമയത്ത് നമ്മുടെ കൈയും കാലും ഉടലും തലയും ഒക്കെ പുഴയുടെ പല ഭാഗങ്ങളിലായി ഒഴുകുമായിരിക്കുമെന്ന് ഒരിക്കലും അവര് ഉദ്ദേശിച്ചിട്ട് പോലുമില്ല. ഉറ്റവരും ഉടയവരും എവിടെ എന്നറിയാതെ മണ്ണിനടിയിലുണ്ടോ, പുഴയിൽ പോയോ, ഒലിച്ചു പോയോ, മരിച്ചോ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാതെ വേദനയിൽ കഴിയുന്ന അവരുടെ വേദനയിൽ പങ്കുചേരാനല്ലാതെ നമുക്കിപ്പോൾ ഒന്നും സാധിക്കില്ല. നന്ദി.